¿quién sería? ¿Dónde estarás? ¿Y cuánto más envejecerás? Podré viajar y a San José le voy a rezar. ജനപ്രിയ പരിപാടിയായ എക്സ് ഫാക്ടറിൽ സങ്കീർത്തനങ്ങളും ക്രിസ്ത്യൻ ഗാനങ്ങളും ആലപിച്ച മിന്നും താരമായി മാറിയിരിക്കുകയാണ് ജാക്വീലിൻ എന്ന യുവഗായിക. എക്സ് ഫാക്ടർ എന്ന സ്പാനിഷ് പ്രോഗ്രാമിൻ്റെ ഏറ്റവും പുതിയ പതിപ്പിൽ ജാക്വലിൻ്റെ ഗാനങ്ങൾ ജൂറിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റി. ഒപ്പം ഈ ടെലിവിഷൻ ഷോയിൽ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യം കാണിച്ച് ഈ 30-കാരി അക്ഷരാർത്ഥത്തിൽ കാണികളെ ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ ഫാക്ടർ എക്സിൽ വരുന്നത് എൻ്റെ സംഗീതത്തിലൂടെ സുവിശേഷം അറിയിക്കാനാണ് എന്ന കറ്റാലൻ വംശജയായ ഈ യുവതിയുടെ വാക്കുകൾ കരഘോഷത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. Mis experiencias personales junto con su misericordia y hoy es lo que vengo a hacer. Qué bonito. ക്രിസ്തീയ കുടുംബ പശ്ചാത്തലത്തിലാണ് ജാക്വി വളർന്നതെങ്കിലും 10 വർഷങ്ങൾക്ക് മുമ്പാണ് ഉത്തമ വിശ്വാസ ജീവിതത്തിലേക്ക് അവൾ വന്നത്. അന്നു മുതൽ ബൈബിൾ വായിക്കാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുമുള്ള ദാഹം വർദ്ധിച്ചു. വിശുദ്ധ കുർബാന അനുഭവമായി തുടങ്ങി. മുടങ്ങാതെ ജപമാല ചൊല്ലി തുടങ്ങിയ അവൾ അടുക്കലടുക്കൽ വിശുദ്ധ കുമ്പസാരവും നടത്തി. 12-ാം വയസ്സിൽ അമ്മയുടെ നിർബന്ധത്താലാണ് ജാക്വലിൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയത്. ക്രമേണ കവർ സോങ്ങുകൾ റെക്കോർഡ് ചെയ്തു. യേശു കുരിശിൽ കിടന്ന് സംസാരിച്ച 7 വാക്കുകൾ ചേർത്ത് ഒരാൽബം തയ്യാറാക്കുകയാണ് ജാക്വലിൻ ഇപ്പോൾ. അവിചാരിതമായാണ് ഫാക്ടർ എക്സിൽ എത്തിയതെന്ന് ജാക്വി പറയുന്നു. കാസ്റ്റിംഗ് സമയത്ത് ഹല്ലേലൂയ, സങ്കീർത്തനം 23, കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന സ്വന്തം മെലഡി എന്നിവയാണ് അവൾ ആലപിച്ചത്. ആ പാട്ടുകളാണ് അവൾക്ക് സെലക്ഷൻ കിട്ടാൻ സഹായിച്ചത്. തൻ്റെ ഗാനങ്ങൾ ആളുകൾ ഏറ്റുപാടുന്നത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയെന്ന് ജാക്വി പറയുന്നു. അവർ ദൈവത്തെ അറിയാത്തവരോ ദൈവവുമായി അടുത്ത ബന്ധമില്ലാത്തവരോ ആണ്. എന്നിട്ടും അവർ ഈ പാട്ട് പാടുന്നു. അതിലൂടെ അവർ ദൈവത്തെ സ്തുതിക്കുന്നു. അതുതന്നെയാണ് എൻ്റെ ആഗ്രഹവും. ദൈവം എനിക്ക് നൽകിയ കഴിവിലൂടെ അനേകർ അവിടുത്തെ സ്തുതിക്കാൻ ഇടയാകണം. അത്രമാത്രം.